ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡിൻ്റെ ഡിസൈൻ ആയിട്ടാണ്. ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 ടൈപ്പ് ബീഡ്സാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ബീഡ്സും അതുപോലത്തെ നോർമൽ പേസ്റ്റൽ ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇതുപോലൊരു വീഡിയോ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ 3 ഗിയർ വയർ കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റ ഗിയർ വയറിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് മാച്ചിങ് ആയിട്ടോ അല്ലെങ്കിൽ സെയിം കളറിലോ നമുക്ക് ബീഡ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബീഡ്സ് വരുന്നത് 2.5 mm ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു കളറിന് മാച്ചായിട്ട് ആണ് നമ്മൾ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് ഒരു ഫുൾ ലെയർ ബീഡ്സും ഒരു 10-20 ബീഡ്സും ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഒരു ലെയറും കുറച്ച് മണികളും ആണ് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് ഈ ഒരു ഗ്ലാസ് ടൈപ്പ് ബീഡ്സാണ്. ഇതൊരു 5 ഗ്രാമൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ചിലവുള്ളൂ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. നല്ലൊരു ലുക്ക് തരുന്ന സിമ്പിളായിട്ട് എന്നാൽ ഒരു എലഗൻ ലുക്ക് കിട്ടുന്ന അടിപൊളി ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മെറ്റീരിയൽസ് കയ്യിലെടുത്തുകൊണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ കളറിൽ കുറച്ചൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില ടൈമിൽ ലൈറ്റ് ഇട്ടിട്ടും അല്ലാതെയും ഒക്കെ അതിൻ്റെ ഒരു ഭംഗി വീഡിയോയിൽ അത്ര കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചുറ്റാനായിട്ടുള്ള കമ്പി, അതായത് ഗിയർ വയർ ഞാനിവിടെ 0.3 ആണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചുറ്റി കെട്ടാനൊക്കെ എളുപ്പമാണ്. 4ഉം 5ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ലെയർ ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഒരുവിധം എല്ലാ ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയൽസും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നല്ല പോലെ ഈ ഒരു ഗിയർ വയർ വെച്ച് ചുറ്റി നല്ല പോലെ ടൈറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഓരോന്നിന് മേലെ ഒന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യം തന്നെ ചുറ്റിയെടുക്കുക. എങ്കിൽ മാത്രമേ നല്ല ടൈറ്റായിട്ട് ബീഡ്സ് കൊഴിഞ്ഞു പോവാതിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഗ്ലാസ് ബീഡ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 mm ആണ്. 4 mm ഗ്ലാസ് ബീഡ് ഈ ഒരു ഹെയർ ബാൻഡിന് നല്ല മാച്ചിങ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു 4 mm ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ താഴോട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഇതാ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ബീഡ്സിൻ്റെ ആ ഒരു ഹോളിലൂടെ വീണ്ടും ഈ ഒരു കമ്പി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ടൈറ്റാക്കി വലിക്കുക. നമ്മൾ ആദ്യം ബീഡ്സ് ഇട്ടു, എന്നിട്ട് വീണ്ടും ചുറ്റിയതിന് ശേഷം ആ ഒരു ഹോളിലൂടെ തന്നെ കമ്പി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കൂടെ സാധനം വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമ്മൾ വീഡിയോ ജസ്റ്റ് കണ്ടു പോകുമ്പോൾ നമ്മൾ വീണ്ടും മറന്നു പോകും. ചെയ്ത് നോക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെറ്റീരിയൽസ് കയ്യിൽ വെച്ചുകൊണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ വീണ്ടും ഈ ഒരു ഗിയർ വയർ വലിച്ച് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1.5 മീറ്ററോളം ലെങ്ത്തിൽ കമ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് ഏകദേശം ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ വേണമായിരുന്നു. അത് നമുക്ക് കുഴപ്പമില്ല, പകുതി വെച്ചിട്ട് നമുക്ക് വേറെ കമ്പി വെച്ച് ചുറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റൽ ബീഡ്സ് 3 എണ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ 3 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് സൈഡിലൂടെ ഈ ഒരു ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തന്നെ വീണ്ടും ഗിയർ വയർ കടത്തിയെടുക്കുകയാണ്. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. അത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഇനി വീണ്ടും ഈ ഒരു ലൈറ്റ് കളർ പേസ്റ്റൽ ബീഡ്സ് 3 എണ്ണം ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. വീണ്ടും നമ്മൾ ഈ ഒരു ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഗിയർ വയർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഒരേപോലെ നമ്മളെ പൂക്കൾ കിട്ടുള്ളൂ. എന്താ ഈ ഒരു പൂവ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കമ്പി വെച്ച് ഒരു 2 ചുറ്റി കൊടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഈ ഒരു കമ്പി ചുറ്റി കൊടുക്കാൻ. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഒരു ഫ്ലവറും കൂടി നമ്മൾ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ കഴിഞ്ഞ ശേഷം ഒരു 2 ചുറ്റി ജസ്റ്റ് ചുറ്റി കൊടുക്കുക. അതായത് നമുക്ക് ആ ഒരു വൈറ്റ് ബീഡ്സ് വരേണ്ട ഭാഗമാണ് കേട്ടോ അത്. സെൻട്രലായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് ബീഡ്സ് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് വീണ്ടും ചുറ്റി കൊടുക്കുക. താഴോട്ട് ചുറ്റിയതിന് ശേഷം വീണ്ടും ഈ ഒരു കമ്പി ഈ ഹോൾസിലൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല പോലെ അവിടെ സെക്യൂറായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വീണ്ടും വൈറ്റ് ബീഡ്സ് ഈ ഒരു കമ്പിയിലൂടെ ഇട്ട് കൊടുക്കണം. താഴോട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ 3 കമ്പി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല എളുപ്പമാണ് ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ. കുറേ കമ്പി വേസ്റ്റ് ആവില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും കഴിയും. അടുത്ത സൈഡ് ചെയ്യാണ്. ഇതുപോലെ 3 ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കുക. താഴോട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ വീണ്ടും കമ്പി കയറ്റിയെടുക്കുക. ഇവിടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് എൻഡ് ഭാഗത്തും ഈ കമ്പി നല്ല പോലെ ടൈറ്റ് ചെയ്ത് ഒരു 4-5 പ്രാവശ്യം ചുറ്റി കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നല്ല ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ. ഒരു 3-4 പ്രാവശ്യമായിട്ട് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ലാസ്റ്റ് ഭാഗം അങ്ങനെ സൈഡിലേക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലൊന്നും കൊളുത്തുകയൊന്നും ചെയ്യില്ല. ഈ ഒരു ഡിസൈന് തീരെ മുടിയിൽ കൊളുത്താത്ത ടൈപ്പ് ഡിസൈനാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇട്ടുകൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാനാണെങ്കിലും ഫസ്റ്റ് ട്രൈ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.